ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു ചമ്മന്തിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഒരു 6 മാസത്തോളമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. മുരിങ്ങയിലയുടെ ഗുണങ്ങളെ പറ്റി പിന്നെ എല്ലാവർക്കും അറിയാലോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഇങ്ങനത്തെയുള്ള ഫുഡുകൾ കുട്ടികൾ കഴിക്കുക എന്നുള്ളത് തന്നെ വളരെ ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് വളരെ ഇഷ്ടമാവും. അവർ കഴിക്കുന്ന ഫുഡിൽ ഇത് ഡെയിലി നമുക്ക് കൊടുക്കാം. മുതിർന്നവർക്കും ഡെയിലി ഉപയോഗിക്കാം. ഇതിൽ ഓയിലോ മറ്റു പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കുഞ്ഞുമക്കളൊക്കെ ഇത് കഴിക്കണത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് അവർ കഴിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അതിനാദ്യം തന്നെ മുരിങ്ങയില നന്നായി കഴുകി എടുക്കുക. ഞാനത് വെയിലത്ത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വെച്ചു. അതിനുശേഷം ചൂടുള്ള പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയണ്ടല്ലോ. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ്, വൈറ്റമിൻ എ, ബി, സി, കാൽസ്യം, അയൺ, എന്ത് വേണ്ട സകലമാന മിനറൽസും ന്യൂട്രീഷൻസും ഉള്ളൊരു ഫുഡാണ്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റാണ്. നമ്മൾ ബ്രെയിൻ ഹെൽത്തിന്, നീർക്കെട്ടിന് എല്ലാം മുരിങ്ങന വളരെ സപ്പോർട്ട് ചെയ്യും. നന്നായി ഡ്രൈ ആയ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ശേഷം വീണ്ടും അതിലേക്ക് ഉഴുന്നുപരിപ്പ്, കുറച്ച് കുരുമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ നിൽക്കേണ്ടത് കേട്ടോ. കുറച്ച് കുരുമുളക്, പിന്നെ 1-2 മുളക് ഇടുക, കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ആദ്യം നമുക്ക് മുരിങ്ങയില മാത്രമായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ അതും കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിടുക. എടുത്തിട്ട് ഉപ്പനുസരിച്ച് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പൗഡർ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഉണ്ടാവും കാണാനും നല്ല രസമാണ്, കളർഫുള്ളാണ്, കുട്ടികൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ മോൾക്ക് ദോശയിൽ നിറയെ ഇട്ട് കൊടുക്കുക. അവൾക്ക് ഇഷ്ടമാണ് ദോശയിൽ അങ്ങനെ പൊടിയിട്ട് കൊടുക്കാനായിട്ട്. നല്ല ടേസ്റ്റോട് കൂടി കഴിക്കും. മുരിങ്ങയില ആണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം അവരുടെ ഇമ്മ്യൂണിറ്റി പവറിനും ലീവ്ലി വെജിറ്റബിൾസൊക്കെ അല്ലാതെ ഏതെങ്കിലും കുട്ടികളെ എങ്ങനെയാണ് കഴിക്കുക എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വളരെയധികം അവർക്ക് ഹെൽപ്പ്. ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. സാധാരണ നോർമൽ റൈസിലും നമുക്ക് ഇത് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ചോറിൽ എടുത്തിട്ട് കഴിച്ചാൽ മതി. ഇതിന് കറികൾ തന്നെ വേണമെന്നില്ല. വെറും തൈരും ഈ ഒരു മുരിങ്ങയിലയുടെ ഈ ചമ്മന്തിപ്പൊടി മാത്രം മതി. നമുക്ക് വയറ് നിറച്ച് ഊണ് കഴിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നൊരു ഫുഡാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡുള്ളവരെ ഡെയിലി ഈ ഫുഡ്, ചമ്മന്തി കൂട്ടി ഫുഡ് കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ.